പറയണ്ട, ക്യാൻറ്റീനിൽ എന്താ തിരക്ക്. കുടിക്ക് റോസ്. ചായ എങ്ങനെയുണ്ട് റോസു? നല്ല ചായ ജോസേട്ടാ. ക്യാൻറ്റീനിൽ ചായ എടുത്തു തരാൻ നിൽക്കണവൻ നമ്മുടെ തെക്കേലെ പത്രോസിന്റെ മോനാ. അവൻ ചോദിക്കുക റോസമ്മ ചേച്ചിക്ക് പരിപ്പോടെ വേണ്ടത്. ഞാൻ പറഞ്ഞു റോസമ്മ ചേച്ചി നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എണ്ണ പലഹാരം ഒന്നും കഴിക്കരുതെന്നാ. അവൻ ഭയങ്കര ചിരിയായിരുന്നു റോസമ്മേ. ഒരെണ്ണം വേണ? ഞാൻ ഒരിക്കാറില്ല. സ്മോൾ എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിക്കാറില്ല ഡോക്ടറെ. പിന്നെ താനൊക്കെ എന്തിനാടോ ജീവിക്കണേ? വെറുതെ ഒന്ന് വലിച്ചു വിടണോ? രോഗി ഞാനല്ല. അതൊക്കെ എനിക്കറിയാം. ഡോക്ടർ അത് കുത്തിയിട്ടില്ല ഡോക്ടറെ. 10-12 കൊല്ലായിടോ ഞാനിത് കൊണ്ടടക്കണേ. ഡോക്ടറെ നീ വന്നേ. ഡോക്ടർ നീ വന്നേ. സിസ്റ്ററെ ഈ പാർട്ടിയെ പിടിക്കാൻ പ്രശ്നമില്ലാത്തോട്ട്. ഓക്കെ ഡോക്ടറെ. സിസ്റ്ററെ, നമ്മുടെ ഡോക്ടറുടെ സെല്ല് നല്ലവണ്ണം ലോക്ക് ചെയ്തേരെ. ശരി ഡോക്ടറെ. പാവം ഡിപ്രഷൻ ആയിരുന്നു. 10-40 കൊല്ലം ഗൾഫിലായിരിക്കും. വന്നപ്പോൾ ആയിരിക്കും കുട്ടികൾക്കൊന്നും വേണ്ട. ആ മാനസിക രോഗി ജോസേട്ടനെ പരിശോധിക്കായിരുന്നു ഡോക്ടറെ. ജോസേട്ടന് അതിന്റെ ചൂടില. ജോസേട്ടാ ഒന്ന് പുറത്തിറങ്ങി. ആ റോസമ്മ ചേച്ചി, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. റോസമ്മ ചേച്ചിക്ക് ഒരസുഖവും ഇല്ല. ഡോക്ടറിനോട് ക്ഷമിക്കണം. എനിക്ക് ഇന്നലെ ഇവിടെ വരുമ്പോൾ തന്നെ നെഞ്ചുവേദന ഒന്നും ഇല്ലായിരുന്നു ഡോക്ടറെ. പിന്നെ ഞങ്ങളുടെ നേരം കളയാനാണോ ഇങ്ങോട്ട് വന്നത്? സിസ്റ്ററെ, റോസമ്മ ചേച്ചിയുടെ ബില്ല് സെറ്റിൽ ചെയ്തേര്. എത്ര പേഷ്യൻ്റാണ് റൂമിന് വേണ്ടി കാത്തിരിക്കുന്നത് അറിയാം? ഇന്നലെ ഞങ്ങളുടെ വീടും 3 സെന്റ് സ്ഥലവും ജപ്തിയായിരുന്നു ഡോക്ടറെ. ജപ്തിയോ? എന്റെ ജോസേട്ടന് ഇത് കാണാൻ ശക്തിയില്ലായിരുന്നു എന്ന് എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും അനാഥശാലയിലാണ് വളർന്നത്. സിസ്റ്റേഴ്സാണ് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നത്. പള്ളിക്കാർ തന്ന 3 സെന്റ് സ്ഥലവും വീടും അതായിരുന്നു ഞങ്ങളുടെ സ്വർഗം. ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു, മാർട്ടിൻ. എന്തൊരു നല്ല കാറ്റാ ജോസേട്ട ഇവിടെ. ഞാൻ ഇവിടെയൊക്കെ കൂലിപ്പണിക്ക് വന്നിട്ടുള്ളതാ റോസ്. ജോസേട്ടാ, മോന് എഞ്ചിനീയറിങ്ങിന് പഠിക്കണമെന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് പൈസ ആവില്ലേ റോസ്? ജോസേട്ടാ, നമ്മുടെ വീട് പണയം വെക്കാൻ ജോസേട്ടാ.
അവന് ജോലി കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കട്ടെ. അവൻ അടയ്ക്കോ റോസു? പിന്നെ എന്തെങ്കിലും തക്കക്കേട് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഈ താലി പണയം വെക്കാൻ ജോസേട്ടാ. എൻ്റെ ഈ കൊക്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലം തൻ്റെ ഈ താലിമാല പണയം വെക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ. ജോസേട്ടാ, എന്താ റോസു? ഞാനൊന്ന് അനാഥാലയത്തിൽ പോയി കന്യാസ്ത്രീമാരെ കണ്ട് ഒരു ദിവസം നിന്ന് തിരിച്ചു വരട്ടെ. താൻ എവിടെയെങ്കിലും പൊക്കോടോ. താൻ പോയി തനിക്ക് സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വന്നാൽ മതി. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് താൻ പോകുമോടോ? ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല ജോസേട്ടാ. ഈ 34 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ജോസേട്ടനെ വിട്ട് ഞാൻ മാറി നിന്നിട്ടുണ്ടോ? റോസു, ഒരു ദിവസം പോലും തന്നെ വിട്ട് മാറി നിൽക്കാൻ എനിക്ക് ആവില്ലടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല ജോസേട്ടാ. വാ റോസു. പഠിത്തം കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നത് ഒരു പണക്കാരിയെ പെൺകുട്ടിയും കൊണ്ടായിരുന്നു. ഇതാണോ വീട്? ഇവിടെ AC വാട്ടർ ഹീറ്ററും ഒക്കെ ഉണ്ടോ? അവൾക്ക് ഞങ്ങളെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ജോസേട്ടാ, ഞാൻ പണ്ട് അനാഥാലയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കായിരുന്നു ജോസേട്ടാ. ആഹാ, എന്നിട്ട് റോസുവിന് സമ്മാനമൊക്കെ കിട്ടിയിരുന്നോ? പിന്നെന്താ, ഇഷ്ടം പോലെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. റോസ് മിടുക്കത്തിയല്ലേ? എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നോ? എല്ലാ മത്സരത്തിലും പങ്കെടുക്കായിരുന്നു. എന്റെ റോസു നല്ല സ്മാർട്ടല്ലേ? റോസു കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, കിന്നാരത്തിനാണോ ഒരു കുറവുമില്ല. മോനെ, എന്താ ബാങ്കിൽ നിന്ന് 2-3 പ്രാവശ്യമായി ലോൺ അടയ്ക്കാൻ പറഞ്ഞ ലെറ്റർ വരണം. അപ്പൊ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. എന്റെ മഞ്ജുന്റെ കാര്യങ്ങൾ തന്നെ കഷ്ടത്തിലാണ്. ഇന്ന് ചക്കയൊന്നും കിട്ടിയില്ലേ റോസു? ഒന്നും കിട്ടിയില്ല ജോസേട്ടാ. മഞ്ജു, മോളെ മഞ്ജു, എന്താ? ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ? ഈ തള്ളക്ക് എന്റെ നേരിൽ കാണാനിരിക്കുകയാണോ? എന്നേലും പണി പറഞ്ഞ് തന്നെ അങ്ങ് എടുത്താ മതി. റോസുവിന് വിഷമമായോ റോസു? സാരമില്ല ജോസേട്ടാ. ആരാ? മനസ്സിലായില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ മകന് വേണ്ടി വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വന്ന ബാങ്കില്ലേ, ആ ബാങ്കിലെ മാനേജറാണ് ഞാൻ. 4 വട്ടം ഞാൻ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ആ ബാങ്കിലെത്തിയോ? ഒരു ഇൻസ്റ്റാൾമെന്റെങ്കിലും നിങ്ങൾ അടച്ചോ? ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം തരാൻ പറ്റുമോ സാറേ? ഇനി നിങ്ങൾക്ക് നീട്ടി തരാൻ പറ്റില്ല. നാളെ ജപ്തിയാണ്, ഓർത്തോ.
എടി മഞ്ജു, എന്താ അപ്പച്ച? നാളെ നിന്റെ കെട്ടിയോന്റെ ഈ 3 സെന്റ് സ്ഥലവും വീടും ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യും. ഇവിടെ നീ പറ്റി പിടിച്ച് നിൽക്കണ്ട, ഒരു പുല്ലും നിനക്ക് ഇവിടെ നിന്ന് കിട്ടാനില്ല. നീ കെട്ടിയോനെ വിളിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് പോരെ, എനിക്ക് നിന്നോട് ഒരു പണത്തോല്ല. ഞാൻ വരാം അപ്പച്ച. മാഷി ജോലി കഴിഞ്ഞ് വരട്ടെ, ഞാൻ മാട്ടീനെയും കൂട്ടി വരാം. പിന്നെ നിന്റെ ഇഷ്ടം. മോനെ എന്താപ്പാ? നാളെ നമ്മുടെ വീട് ബാങ്കുകാർ ജപ്തി ചെയ്യും. അതിന് എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കളിച്ചൊരു നാടകമായിരുന്നു ഈ നെഞ്ചുവേദന. ക്ഷമിക്കണം ഡോക്ടറെ. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട് അല്ലേ? എടാ ജോസേ. മുതലാളി, നിനക്ക് എന്നെ മനസ്സിലായോടാ? പാപ്പച്ചൻ മുതലാളിനെ മനസ്സിലാവാത്തവര് ഈ പഞ്ചായത്തിലുണ്ടോ മുതലാളി? മുതലാളിയല്ലേ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കാശുകാരൻ. അപ്പൊ നിനക്ക് എന്നെ അറിയാം അല്ലേ? അറിയാം പാപ്പച്ചൻ മുതലാളി. എടാ ജോസേ, എൻ്റെ ഈ 10 ഏക്കറിന്റെ അടുത്ത് നിന്റെ ഈ 3 സെന്റും കുടിലും എനിക്ക് എൻ്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നൊരു രോമം പോലെയാടാ മുതലാളി. നിന്റെ ഈ 3 സെന്റും ചെറ്റക്കുടിലും ഇവിടെ ശരിയാവില്ല. ഞാൻ നിനക്ക് അങ്ങോട്ട് ഒരു വില തരും. നീ എവിടെയെങ്കിലും പോയി ഒരു കുടിൽ വെച്ച് താമസിച്ചോടാ. മുതലാളി, ഈ ചെറ്റക്കുടില് എൻ്റെ ഈ 10 ഏക്കറിന്റെ അടുത്ത് അത് ശരിയാവില്ലടാ. മുതലാളിക്ക് അറിയാലോ, ഞാൻ അനാഥശാലയിൽ വളർന്നതാ മുതലാളി. ഈ വീടും ഈ കുടിലും പള്ളിക്കാർ തന്നതാ മുതലാളി. എനിക്ക് ഇതല്ലാണ്ട് ലോകത്തിൽ വേറെ ഒരു സ്ഥലം അറിയില്ല മുതലാളി. അപ്പോ നീ ഇവിടം വിട്ട് പോവില്ല അല്ലേ? മുതലാളി എന്നോട് ക്ഷമിക്കണം. എടാ കന്നാലി, ഈ പാപ്പച്ചൻ മുതലാളിയുടെ തനി നിറം നീ കാണാൻ പോണേ ഉള്ളൂ. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. മുതലാളി, എന്നെ 3 സെന്റും ഒരിടവും ബാങ്കുകാർ ജപ്തി ചെയ്തു മുതലാളി. എടാ കോപ്പേ, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ മോനെ കൊണ്ട് ആ കാശുകാരത്തി പെണ്ണിനെ പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതും അവനെ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിച്ചതും ബാങ്കുകാരെ കൊണ്ട് നിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യിപ്പിച്ചതും ഈ പാപ്പച്ച മുതലാളിയുള്ള പുല്ലേ. മുതലാളി, ബാങ്കുകാരെ കൊണ്ട് നിന്റെ സ്ഥലവും വീടും ലേലം പിടിപ്പിച്ച് ഞാൻ അങ്ങത് എടുക്കും. എന്നിട്ട് ഞാൻ അങ്ങത് ഇടിച്ച് പൊളിക്കുവിടാ. മുതലാളിക്ക് ദൈവകോപം ഉണ്ടാവും മുതലാളി, ദൈവകോപം ഉണ്ടാവും. ദൈവം എടാ കണ്ണാടി ചെക്ക, ദൈവത്തിന് നോക്കാൻ നേരെയില്ലടാ. പിന്നെ നിന്റെ മോൻ ആശുപത്രി ബില്ല് അടയ്ക്കാനായിട്ട് തിരിച്ചു വരുമെന്ന് നീ വിചാരിക്കണ്ടടാ. അവൻ ഇനി വരില്ലടാ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടടാ.
ആ ജോസേ, നിനക്ക് വീടില്ലെങ്കിൽ എന്താടാ? നിനക്ക് ഏതെങ്കിലും കടത്തെണ്ണയിലോ ബസ് സ്റ്റാൻഡിലോ പോയി ചുരുണ്ടൂടെ? വീടും ചേട്ടാ ബില്ല്. എന്താ ജോസേട്ടാ ആലോചിക്കണേ? ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാനായിട്ട് നമ്മുടെ മുമ്പ് വരില്ല റോസ്. ജോസേട്ടാ, ഇനി എന്തെങ്കിലും തക്കക്കേട് പറ്റാണെങ്കിൽ എൻ്റെ ഈ താലിമാല വിൽക്കാൻ ജോസേട്ടാ. എൻ്റെ ഈ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം തൻ്റെ ഈ താലിമാല വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് പ്രായമായവർ താമസിക്കുന്ന ഒരു സ്ഥലം ഒന്ന് ശരിയാക്കി തരാമോ? ആരുമില്ലാത്തവരാ ഡോക്ടറെ, ഞങ്ങള് ആരുമില്ലാത്തവരാ. ജോസേട്ടാ, വൃദ്ധസാധനങ്ങൾ ഇപ്പം നല്ല തിരക്കാണ്, ഒന്നും കിട്ടാനില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് വിളിച്ചു. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ ഒരു സ്ഥലം ശരിയാക്കിയിട്ടുണ്ട്. ഇത് തന്നെ കിട്ടിയത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സ്ഥലങ്ങളാണ്. നിങ്ങൾ രണ്ടാളും രണ്ടിടത്ത് താമസിക്കേണ്ടതായിട്ട് വരും. രണ്ടുപേരും രണ്ട് സ്ഥലത്തോ? റോസമ്മ ഞാനില്ലാതെ മാറി നിൽക്കില്ല ഡോക്ടറെ. അത് ജോസേട്ടൻ തീരുമാനിച്ചാൽ നടക്കും. ഏ? ജോസേട്ടന് മെന്റൽ ഡിപ്രഷനാണെന്ന് ഞങ്ങൾ റോസമ്മ ചേച്ചിയോട് പറയും. മാനസിക രോഗിയായിട്ടോ? അത് ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. അല്ലാതെ പറ്റില്ല ജോസേട്ടാ. ജോസേട്ടനും സഹകരിച്ചാൽ മാത്രം മതി. ജോസേട്ടൻ അല്പം എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എ ടൈപ്പ് ഓഫ് മെന്റൽ ഡിപ്രഷൻ. ഞങ്ങൾ മയക്കാനുള്ള ഒരു സഡേഷൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 മാസത്തെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. റോസമ്മ ചേച്ചി 1 മാസത്തേക്കൊന്ന് മാറി നിൽക്കണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫോർ 1 month. വർഷത്തിനുള്ളിൽ ജോസേട്ടനെ വിട്ട് എന്തെങ്കിലും ഞാൻ മാറി നിന്നിട്ടുണ്ടോ? തന്നെ വിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ എനിക്കാവില്ലടോ. റോസമ്മയോട് പോകില്ലെന്ന് പറ ഡോക്ടറെ. ഡോക്ടറെ, റോസമ്മയെ പറഞ്ഞയക്കല്ലേ, റോസമ്മയെ പറഞ്ഞയക്കല്ലേ ഡോക്ടറെ. റോസമ്മേ, പോകല്ലേ റോസമ്മേ, എന്നെ വിട്ട് പോകല്ലേ റോസമ്മേ. ഡോക്ടറെ, റോസമ്മേനെ വിളിക്ക്, പോകല്ലെന്ന് പറ ഡോക്ടറെ. റോസമ്മേ, പോകല്ലേ റോസമ്മേ, റോസമ്മേ. ഡോക്ടറെ, റോസമ്മയോട് പോകല്ലെന്ന് പറ ഡോക്ടറെ. റോസമ്മ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഡോക്ടറെ.
എനിക്ക് റോസമ്മയെ കാണണം ഡോക്ടറെ. പ്ലീസ് ഡോക്ടർ. റോസമ്മേ. ജോസേട്ടന് അഭിനയിക്കാൻ അറിയില്ല ജോസേട്ടാ. റോസമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല റോസമ്മേ. ജോസേട്ടൻ വിചാരിച്ചോ ഞാൻ ജോസേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമെന്ന്? വാ റോസമ്മേ, നമുക്ക് ഏതെങ്കിലും പീഡിക തിണ്ണയിലോ ബസ് സ്റ്റാൻഡിലോ പോയി ജീവിക്കാം റോസമ്മേ. വാ. അപ്പച്ചാ, അപ്പച്ചാ, അപ്പച്ചൻ കരുതിയോ അപ്പച്ചനെ വിട്ട് ഞങ്ങൾ പോകുമെന്ന്? ഞാനും മഞ്ജുവും കൂടി ആ പാപ്പച്ച മുതലാളിയെ പറ്റിച്ച് കുറച്ചധികം കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അപ്പച്ചൻ്റെ പേരിൽ ഒരു ചെറിയ വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം അപ്പച്ച. അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരു താലിമാലയും വാങ്ങിയിട്ടുണ്ട്. വാ റോസ്, നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് മക്കളോട് കൂടെ പുതിയ വീട്ടിലോട്ട് പോകാം. വാ വാ മക്കളെ.